ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു സ്കിൻ കെയർ റൂട്ടീനായിട്ടാണ് കേട്ടോ. ഒന്നുമല്ല, നൈറ്റ് സ്കിൻ കെയർ റൂട്ടീന്. ഇതിൽ ഈ ഒരു കാര്യം എല്ലാവരും ഇപ്പോഴത്തെ ഉള്ള എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, ആരും ചെയ്യാതായിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ നൈറ്റ് കെയർ റൂട്ടീന് ഞാൻ ഏതൊക്കെ പ്രൊഡക്ട്സുകളാണ് യൂസ് ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങളിലേക്ക് ഇത് ചെറിയ വീഡിയോ ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഇതിൽ നല്ലോണം ചെയ്യുന്നവരും ഉണ്ട്, ഒരുപാട് പേര് നിലവിൽ ഇങ്ങനെ ബുദ്ധിമുട്ടി ചെയ്യാതെ കിടക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വഴി ചെയ്യാതെ ഉള്ള ഇതായിട്ടൊക്കെ സ്കിന്നിൽ ഉള്ള എന്താ പറയുക മേക്കപ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പൊടിയൊക്കെ ആയിട്ട് ഫിറ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും സ്കിന്നിന് ഉണ്ടാവാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം ഉണ്ടാവും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അതെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ ഉണ്ട്, നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പ്രോപ്പറായിട്ട് നല്ല യങ്ങായിട്ടും എപ്പോഴും എന്താ പറയുക ഒരു ഈ ഏജിലി സ്കിന്നും ആക്നെ പോൾസും പിഗ്മെൻറ്റേഷനും അങ്ങനെയൊക്കെ പിന്നെ ഇറിറ്റേഷനായിട്ടൊക്കെ ഇരിക്കുന്ന സ്കിന്നുകളൊക്കെ ഉണ്ടല്ലോ, ബാരിയേഴ്സൊക്കെ വരുന്നത്. അപ്പം അതിനൊക്കെ നമുക്ക് എങ്ങനെ ചെറിയ കുറേ വിദ്യകളായിട്ട് നമുക്ക് തടുക്കാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പം ഒരു ചെറിയൊരു സിമ്പിൾ ഒരു നൈറ്റ് കെയർ റൂട്ടീനാണ് കേട്ടോ. സെയിം തിങ് ഇത് തന്നെയാണ് ഞാൻ മോർണിംഗ് കെയർ റൂട്ടീനും ഉപയോഗിക്കുക. പ്രത്യേകിച്ച് വേറെ വലിയ മാറ്റങ്ങളൊന്നും നിലവിലെടുത്തിട്ടില്ല. അല്ലാണ്ട് ഇപ്പോൾ എന്തായാലും ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്യും, അത്രയേ ഉള്ളൂ. നൈറ്റ് കെയർ ഞാൻ ഏതൊക്കെ പ്രൊഡക്ട്സുകളാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഞാൻ മോർണിംഗ് കെയറും റൂട്ടീനായിട്ട് ഞാൻ ഇതൊക്കെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വളച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഓക്കെ, ഇതാണ് എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സുകളാണ്, നിലവിൽ ഉപയോഗിക്കുന്നതാണ്. ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ നൈറ്റും മോർണിംഗും ഒക്കെ യൂസ് ചെയ്യുന്നത് ഇതിലൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡേയും നൈറ്റും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പം ഇതിൽ ഞാൻ ആദ്യം കാണിക്കാം. ഞാൻ കൂടുതലും ഡോട്ടാൻകേടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എനിക്ക് ആദ്യമൊക്കെ ഡോട്ടാൻകേഡ് ഉപയോഗിക്കുന്ന ചെറിയൊരു ഇല്ലാത്ത പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കുഴപ്പമില്ലാണ്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കുന്നത് ഡോട്ടാൻകേയുടെ ബ്ലൂബെറി ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ബ്ലൂബെറിയുടെ വിറ്റമിൻ C+E ലിപ് പ്ലംബിംഗ് മാസ്ക് ആണ്. ഇത് ഒരു 1 വീക്ക് ഇത് മാത്രം ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നിങ്ങളുടെ ലിപ്പിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും കേട്ടോ. ഒരു ലൈറ്റ് പിങ്ക് ആ ഒരു ഇതാണ് ലിപ്സ്റ്റിക്ക്. പിന്നെ നമുക്ക് ഇടേണ്ടാത്ത വരും, കാരണം ഒരു ന്യൂഡായിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡ് നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലിപ്പ് നല്ല കളറാവും, നല്ലൊരു ലൈറ്റ് വെയിറ്റ് കളറാവുന്ന സാധനമാണ് കേട്ടോ. ഇത് നല്ലതാണ്. 50 ml അത്യാവശ്യം നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനുള്ള ഉണ്ട് കേട്ടോ. കുഞ്ഞതാണ്, പക്ഷേ എങ്കിലും വലിയ കുഴപ്പമില്ല, കുറേ നാൾ മുമ്പ് ഉപയോഗിക്കാം. 50 ml ഉണ്ട്. അപ്പം ഇന്ന് കുറച്ചായിട്ടുള്ളൂ യൂസ് ചെയ്തിട്ട് കേട്ടോ. അപ്പം ഇതാണ് ലിപ് ബാം. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ടോണറാണ് കേട്ടോ. അടിപൊളി സാധനമാണ്, ഭയങ്കര ബ്രൈറ്റനിങ് ആണ്. ഞാനിത് നൈക്കിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ വിസിബിലി ടൈറ്റർ പോഴ്സുകൾ മാറും, ബ്രൈറ്റർ സ്കിന്നാക്കും, വിത്തിൻ 3 days റിസൾട്ടിൻ്റെ ഒരു സാധനമാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പം ഞാനിത് മേടിച്ചിട്ടും കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പം ഇതെനിക്ക് ഉപയോഗിച്ച് നോക്കണം. ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരുപാട് റിവ്യൂ, ഏകദേശം ഒരു 10 million ബ്രൈറ്റർ സ്കിന്നിൻ്റെ ഒരു തെളിവാണ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം അങ്ങനെയാണോ എന്നുള്ളത്. പക്ഷേ പ്ലമ്മിൻ്റെ ഒരുപാട് പേര് നല്ല സജഷൻ പറയുന്നുണ്ട്, എല്ലാ സ്കിൻ ടോണർക്കും സ്യൂട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അടിപൊളി സാധനമാണെന്നുള്ളത്. അപ്പം ഞാനും ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്, നല്ലൊരു കൂളിംഗ് എഫക്റ്റും ഒരു ബ്രൈറ്റ്നസ്സൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അങ്ങനെ ഒട്ടും ഓയിലി അല്ല, അതാണ് ഞാൻ ഏറ്റവും എടുത്ത് പറയുന്നത്. ഒരു ഓയിലി ആയിട്ടൊന്നുമില്ല, പെട്ടെന്ന് നമ്മുടെ സ്കിന്നായിട്ട് അബ്സോർബ് ആവുന്നൊരു സാധനമാണ് കേട്ടോ. ആൻഡ് ഡോട്ടാൻകി അതിലുപരി ആദ്യം കാണിക്കാൻ പറഞ്ഞു, ഇതിലൊക്കെ ഫസ്റ്റ് ചെയ്യേണ്ടതാണല്ലോ ഫേസ് വാഷ്. ഇത് നല്ല അടിപൊളി സാധനമാണ്, സ്കിന്നിന് പെട്ടെന്നാണ് ഫുൾ ബാരിയർ റിപ്പയർ ആൻഡ് പ്ലസ് ഹൈഡ്രേറ്റിംഗ് ജെന്റിൽ ഫേസ് വാഷ് എന്നാണ് പറയുന്നത്. അപ്പം തികച്ചും ഇത് ബാരിയർ റിപ്പയർ തന്നെയാണ്. ബിക്കോസ് നല്ലോണം എന്താ പറയുക, നമ്മുടെ ഫേസ് നല്ല അഴുക്കുകളൊക്കെ തുടച്ച് ഇളകി വരും. ഇത് നല്ലോണം അഴുക്കുകൾ ഫുള്ള് ഭയങ്കര റിഫ്രഷിങ് ലുക്ക് തരുന്ന ഒരു സാധനമാണ് ഡോട്ടാൻകേയുടെ. ഇത് ബ്ലൂബെറിയുടെ തന്നെയാണ്, പലവിധ വാട്ടർമെലോണിൻ്റെ ഓറഞ്ചിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ സാധനം അടിപൊളിയാണ് കേട്ടോ. പിന്നെ ചെറിയൊരു ഭയങ്കര ഡ്രൈനെസ് ആക്കി നിർത്തില്ല, ഇത്തിരി ഒരു മയം ഉണ്ടാവും ഇത് കേട്ടോ. നല്ലൊരു ഫേസ് വാഷാണ്. 5 ceramides ആൻഡ് ജാപ്പനീസ് റൈസ് വാട്ടറാണ്. ഇതും റൈസ് വാട്ടറിൻ്റെ ആണ്. ഹൈലറോണിക് ഇൻഫ്യൂസ്ഡ് സോപ്പ്, SLES ഫ്രീ. അപ്പോൾ അതിൻ്റെ സോപ്പ് കണ്ടന്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, അതിനടുത്ത് പറയുന്നുണ്ട്.
പിന്നെ ഡെർമാ ടെസ്റ്റഡ് ആൻഡ് സേഫ് ഫോർ നോർമൽ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ. നോർമൽ സ്കിൻ ടോണുകാർക്കും ഡ്രൈയും സെൻസിറ്റീവ് സ്കിൻ ടോണുകാർക്കും എല്ലാം ഇത് തികച്ചും സ്യൂട്ടബിൾ ആണ്. ആൻഡ് ദെൻ മോയ്സ്ചറൈസർ ഇത് എനിക്ക് ചെറിയൊരു എന്താ പറയുക, നിങ്ങളോട് തുറന്ന് പറയണമല്ലോ, ഞാൻ ഇത് മേടിച്ച് പോയി. ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കിനും ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, റിച്ച് ആയിരുന്നു. പക്ഷേ എനിക്ക് ഹൈഡ്രേറ്റിംഗ് ജെൽ മോയ്സ്ചറൈസർ മതി. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് ഗുഡ് വൈബ്സിൻ്റെ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുമ്പോൾ ഭയങ്കര നല്ല കൂൾ എഫക്റ്റ് ആണ്, അടിപൊളിയാണ്. പക്ഷേ ഇതെനിക്ക് ചെറിയൊരു തോതിലൊരു ക്രീമി ടെക്സ്ചർ വരുന്നുണ്ട്. എൻ്റെ അങ്ങ് ഭയങ്കര ഓയിലി സ്കിന്നൊന്നും അല്ല. അപ്പോൾ എൻ്റെ ഒരു നോർമൽ ടു ചെറിയ ചെറിയ ഭാഗത്തൊക്കെ ഓയിൽ സ്കിൻ ഇവിടെയോ ഒക്കെ വരുന്ന ചെറിയൊരു ഓയിൽ മയോ ഉള്ളൂ. ബാക്കിയെല്ലാം നോർമൽ സ്കിന്നാണ്. സംടൈംസ് നോർമൽ ടു ഡ്രൈ. പിന്നെ ഏർലി മോർണിംഗ് ഒക്കെ എഴുന്നേക്കുക അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയാൻ ചെറിയ ഒരു ഓയിലി വരും, അതേ ഉള്ളൂ. അല്ലാണ്ട് തന്നെ എൻ്റെ സ്കിന്ന് നോർമലാണ്. അപ്പം എനിക്ക് ഈ ഡോട്ടാങ്കിയുടെ തന്നെ ജെല്ല് യൂസ് ചെയ്ത് നല്ലതാണെന്നുള്ള കുറേ സജഷൻസ് എനിക്ക് കിട്ടി. അപ്പം ഞാനെൻ്റെ ജെല്ലായിരിക്കും യൂസ് ചെയ്യുക. പക്ഷേ ഇപ്പം ഞാൻ നിലവിൽ യൂസ് ചെയ്യുന്നത് ഡോട്ടാങ്കിയുടെ ആണ് കേട്ടോ. ഡോട്ടാങ്കിയുടെ ഈ ഒരു സെറാമിഡ്സ് ആൻഡ് ഹൈലറോണിക് ബാരിയോ റിപ്പയർ മോയ്സ്ചറൈസർ പ്രോബയോട്ടിക്സ് ആൻഡ് റൈസ് വാട്ടർ. ഇതും റൈസ് വാട്ടർ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഫേസ് വാഷും എൻ്റെ മോയ്സ്ചറൈസിങ്ങും ടോണറും എല്ലാം റൈസ് വാട്ടറാണെങ്കിൽ ഇരിക്കുന്നതാണ്. ഡ്രൈ, കോമ്പിനേഷൻ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഓക്കെ, ദെൻ അടിപൊളി സാധനമാണ് 10% നിയാസിനമൈഡിൻ്റെ പിൽഗ്രിമിൻ്റെ ഫേസ് സിറം ആണ് കേട്ടോ. നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ഫ്ലിപ്കാർട്ടിൽ ഫസ്റ്റ് എനിക്ക് മേടിച്ച് എനിക്കൊരു ചെറിയൊരു പണി കിട്ടുകയാണ്. ബിക്കോസ് ഫ്ലിപ്കാർട്ടിൽ ചിലപ്പോൾ ഒറിജിനൽ പ്രൊഡക്റ്റ് ആവണമെന്നില്ല. നൈക്കിയിൽ നിന്നൊക്കെ മേടിക്കാം. ഓക്കെ, നിങ്ങൾ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ മേടിക്കാൻ നിൽക്കാൻ നൈക്ക, മിൻട്ര എന്നൊക്കെ മേടിക്കാൻ നോക്കുക. പർപ്പിളിൽ നിന്നൊക്കെ മേടിക്കുക. നല്ല തന്നെ സാധനം കിട്ടുന്നതായിരിക്കും. 10% നിയാസിനമൈഡിൻ്റെ ആണ് ഫേസ് സിറം വിത്ത് 1% ഫിൻ PCA ഫോർ ആക്നെ മാർക്സ്. ഇത് പ്രത്യേകിച്ചും പ്രൊവൈഡ് ചെയ്യുന്ന ഇവർ ആക്നെ മാർക്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആക്നെ മാർക്സ് ഫുള്ളായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്നെ ആൻഡ് ബ്ലെമിഷ് പ്രോൺ സ്കിൻ 30 ml. ഇത് ഒരു 30 ml ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റേഞ്ച് ഞാൻ പറയാം. നിങ്ങൾക്ക് റേഞ്ചും കൂടെ നിങ്ങൾ അടിച്ച് നോക്കിയാൽ മതി. ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ വേറെ ഐറ്റവും കൂടെ ഉണ്ട്. പക്ഷേ നിങ്ങൾ പിൽഗ്രിമിൻ്റെ ഇത് തന്നെ മേടിക്കണം കേട്ടോ. ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഞാൻ കാണാമോ എന്നറിയത്തില്ല, 595 ആണ്. 595. ഇതിൻ്റെത് തന്നെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല, 249. ദെൻ ഇത് മോയ്സ്ചറൈസർ 275, 275. ആൻഡ് ടോണർ റേറ്റ് വന്നിട്ട് 440 ആണ് കേട്ടോ. 440 എനിക്ക് ഓഫറിൽ കിട്ടിയതാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 259 രൂപയാണ് കേട്ടോ. ഈ സാധനത്തിൻ്റെത് 259. കുഞ്ഞ് സാധനം 15 ml ഉള്ളൂ. ബട്ട് അതിൻ്റെ റേറ്റിന് വെർത്താണ്. കാരണം ഭയങ്കര ബ്രൈറ്റനിങ് ആണ്, നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഇതിൽ ഓരോന്ന് ഇട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ടോണർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ടോണർ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സിറം, പിൽഗ്രിമിൻ്റെ സിറം നമുക്ക് കുറച്ച് ഡ്രോപ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറച്ചൊരു അബ്സോർബ് ആവട്ടെ. എൻ്റെ ഇവിടെയൊക്കെ നല്ല കുരുവുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെയൊക്കെ നല്ല കുരുവുണ്ടായിരുന്നു. ഈ പ്ലമ്മിൻ്റെ ടോണർ യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ആ പിമ്പിൾസൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇനി ചെയ്യേണ്ടതാണ് തേർഡ് സ്റ്റെപ്പ് അല്ലേ, മോയ്സ്ചറൈസർ. ഇത് ക്രീമിയാണ്, ജെല്ലാണ്. എന്താ പറയുക, കുറച്ചും കൂടെ നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്കും ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്യും, നിങ്ങൾ ക്രീമി റിച്ച് മോയ്സ്ചറൈസർ എടുക്കരുത്. ലൈറ്റ് വെയ്റ്റ് ജെൽ മോയ്സ്ചറൈസിങ് എടുക്കാവുള്ളൂ എന്ന് ഞാൻ പറയും. ഞാൻ ഫേസ് യോഗ കുറച്ച് ചെയ്യാറുണ്ട്. അത്
ഫേസ് വാഷ് ചെയ്യുന്ന ടൈമാണ്. അതൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് കുറേ നിന്ന് കഴിഞ്ഞ് കുറച്ച് ചമ്പിയൊക്കെ ആയതാണ്. പിന്നെ എൻ്റെ ജോർലൈനൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഇടുമ്പോഴത്തേക്കിന് ഒരു ഗ്ലോ ക്രീമി വരുന്നുണ്ട്. അത് വേറൊന്നിൻ്റെ അല്ല ഗേസ്, ഈ മോയ്സ്ചറൈസറിൻ്റെയാണ്. ഇത് എനിക്ക് ഞാൻ ജെല്ല് യൂസ് ചെയ്യുന്നതിന് ശേഷം ഇത് യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം കുറച്ച് താല്പര്യക്കുറവുണ്ട് കേട്ടോ. കുഴപ്പമില്ല, പക്ഷെ നല്ല സാധനമാണ്. പിന്നെ ഒരു ഓയിലി ഭയം തോന്നും. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇത്രയും യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു സ്റ്റിക്ക് നമുക്ക് കിട്ടും, അതുകൊണ്ട് അത് നശിച്ചു പോകത്തൊന്നുമില്ല. ഈ ഒരു സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് ഒക്കെ ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നല്ലൊരു ന്യൂഡായിട്ട് ലിപ്പ് കിട്ടും. നമുക്ക് എന്താ പറയുക, ഇപ്പം പൊതുവേ നമുക്കിപ്പോൾ ഒന്നും നമുക്കിപ്പോൾ ലിപ്സ്റ്റിക്കൊന്നും നമുക്ക് ലിപ്സ്റ്റിക്കൊന്നും ഇടണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഒരാഴ്ച ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ലൈറ്റായിട്ടുള്ള ലിപ്പ് നമുക്ക് കിട്ടും കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇത്രയാണ് എൻ്റെ സിമ്പിൾ നൈറ്റ് കെയർ റൂട്ടീൻ. മോർണിംഗ് കെയർ ഇത് തന്നെയാണ്, പക്ഷേ എങ്കിൽ ഞാൻ പിന്നെ വേണമെങ്കിൽ ഒരു വീഡിയോ ഇടാം. അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ്. ഈ റൂട്ടീൻ വെച്ചിട്ട് മോർണിംഗിൽ നമ്മൾ എങ്ങനെ പുറത്തു പോകും, ഈ ഒരു വെച്ചിട്ടുള്ള മോർണിംഗ് എങ്ങനെ പുറത്തു പോകും എന്നുള്ളത് ഞാൻ നിങ്ങൾ മറ്റൊരു വീഡിയോയിലായിട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്തിട്ടങ്ങ് കിടന്നാൽ മതി, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അപ്പം ഇതാണ് എൻ്റെ സിമ്പിൾ സ്കിൻ കെയർ റൂട്ടീൻ. ഇത് നിങ്ങൾ ചെയ്യണം, ഇത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും ആ മോയ്സ്ചറൈസറിൻ്റെ കാര്യം. ഈ മോയ്സ്ചറൈസർ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഡോട്ട് ആൻഡ് ഗിയുടെ ഈ ഹൈഡ്രേറ്റിംഗ് ഈ റിച്ച് മോയ്സ്ചറൈസർ അടിപൊളിയാണ്. ബട്ട് ഇതൊരു സെൻസിറ്റീവ് ഒരു നോർമൽ ടു ഓയിലി സ്കിൻ ഉള്ളവർക്ക് ജെൽ മോയ്സ്ചറൈസർ ഉണ്ട് ഡോട്ട് ആൻഡ് ഗിയുടെ ഒരു ലുക്കിൽ വരുന്നത്. ഇതിൻ്റെ തന്നെ ബ്ലൂ ഉണ്ട്, ഈ ഒരു ലുക്കിൽ, ഈ ഒരു പാറ്റേണിൽ അടിപൊളിയാണത്. അത് നോക്കിയാൽ മതി. പിന്നെ പിൽഗ്രിം നല്ലതാണ്, പ്ലമ്മിൻ്റെ നല്ലതാണ്, ഡോട്ട് ആൻഡ് ഗിയുടെ നല്ലതാണ്. ഞാൻ പിൽഗ്രിമിൻ്റെ കുറേ റിവ്യൂസ് കണ്ടപ്പോൾ മേടിച്ച് നോക്കിയതാണ്. അപ്പം നിങ്ങൾ നൈക്ക, മിൻട്ര, പർപ്പിൾ എന്നൊക്കെ മേടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിതുപോലെ ഇനിയും ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ട് കിടക്കുന്നതിന് മുൻപേ നൈറ്റ് കെയർ എന്തായാലും ചെയ്യണം. പുറത്തോട്ട് പോകുന്ന മോർണിംഗ് കെയർ എല്ലാവരും ചെയ്യാറില്ല, പക്ഷേ നൈറ്റ് കെയർ അങ്ങനെ ആരും ചെയ്യില്ല. പക്ഷെ ചെയ്യണം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങളുടെ സ്കിൻ എപ്പോഴും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് നല്ലൊരു രീതിയിലുള്ള ടെക്സ്ചറുള്ള സ്കിൻ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ ദിവസവും രാത്രി നിങ്ങൾ ഓരോ അടിച്ച് നോക്കിയാൽ മതി. ഇപ്പം ഗൂഗിളിലൊക്കെ ആയാലും നോർമൽ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും എല്ലാത്തിനും പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ ഞാൻ കൂടുതലും പറയും ഡെർമറ്റോളജിക്കൽ പ്രിഫർ ചെയ്യണം. അതല്ല, നിങ്ങൾ ഓരോരുത്തരുടെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യും. നിങ്ങൾ ഏതൊക്കെ ഐറ്റംസാണ് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ സിറവും ഇതൊക്കെ വെച്ചിട്ട് ചിലവർ സോപ്പിട്ട് തേച്ചിട്ട് നല്ലൊരു മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ മാത്രമേ മേടിക്കത്തുള്ളൂ. പക്ഷേ എന്നാൽ അതിൻ്റെയൊക്കെ ഫേസ് വാഷും ടോണറും സിറവും ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക. എല്ലാത്തിൻ്റെയും അവൈലബിൾ ആണ്. അപ്പം എല്ലാവരും നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്താ പറയുക ചെയ്ത് നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ഭംഗിയായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കേ, ബൈ.